വേടനാണല്ലോ ഇപ്പോൾ ജനങ്ങളിടയിൽ സംസാര വിഷയം. വേടൻ പാട്ട് പാടുന്നു. അത് പല രീതിയിലും വ്യാഖ്യാനിക്കാൻ ഹിന്ദു വർഗീയവാദികൾ ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണ്. വേടൻ പാടുന്നത് അടിച്ചമർത്തപ്പെട്ടവൻ്റെ പാട്ടാണ്. വേടൻ പാടുന്നത് അത് തീഗോളമായിട്ട് ഇന്ന് ഇവിടെ പൊങ്ങി വരും. അത് മനസ്സിലാക്കുക. നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു. മാറുമറയ്ക്കാനും അല്ലെങ്കിൽ അന്തി ഉറങ്ങാനും ഒക്കെ കഴിയാത്ത ഒരു സമൂഹം, തള്ളപ്പെട്ട ഒരു സമൂഹം, അടിമത്തത്തിൽ ജീവിച്ച ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ ശബ്ദമാണ് വേടനിലൂടെ ഇന്ന് വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ചിലവർക്കാർക്കും അത് സഹിക്കുന്നില്ല. RSSൻ്റെ ഒരു നേതാവ് പറഞ്ഞ തെറിപ്പാട്ടാണ് പറഞ്ഞത്. അദ്ദേഹത്തിനോട് ഒന്ന് ചോദിക്കുവാനുള്ളത്, താങ്കൾ കൊടുങ്ങല്ലൂരിൽ എന്താണ് നടക്കുന്നത്? എന്ത് പാട്ടാണ് അവിടെ പാടുന്നത്? ആണും പെണ്ണും എല്ലാം തെരുവിലൂടെ ഇറങ്ങി പാടുന്ന പാട്ട് എന്താണ്? താങ്കളത് മനസ്സിലാക്കുക. പിന്നെ ഹിന്ദു ഐക്യവേദിയുടെ ഒരു നേതാവ്, എപ്പോഴും വിഷം ചീന്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ, ശശികല, അവർ പറയുന്ന വേടൻ തുണിയില്ലാതെ നിന്ന് ആടുകയാണ്. ഒരുപക്ഷെ ശശികല കുംഭമേളയ്ക്ക് പോയി കാണുമെന്നല്ല, പോയിരിക്കും. കാര്യം അവിടെ പോയിന്ന് തൊട്ട് തൊഴുതാൽ എല്ലാ അനുഗ്രഹങ്ങളും, സ്വാമിമാരടുക്കെ പോയിന്ന് വണങ്ങി മുട്ടാങ്കാലിൽ നിന്ന് അതിലും തൊട്ട് തൊഴുതാൽ എല്ലാ ഐശ്വര്യവും ഉണ്ടാവും എന്നാണെന്നല്ലോ ശശികല വിശ്വസിക്കുന്നത്. അവിടുത്തെ സ്വാമിമാർ എങ്ങനെയാണ് അവിടെ നടക്കുന്നതും ഇരിക്കുന്നതുമൊക്കെ? ശരീരമാകെ ഭസ്മം വാരിയിട്ട് നഗ്നനായിട്ട് തുണിയില്ലാതെ അവിടെ കുത്തിയിരിക്കുകയും അവിടെ സ്ത്രീകൾ പോയി പൂജ നടത്തുകയും തൊട്ട് തൊഴുകയും കുമ്പിടുകയൊക്കെ ചെയ്യുന്നത് ലൈവായിട്ട് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് ശശികല എന്താണ് ഒന്നും മിണ്ടാത്തത്? വേടൻ തുണിയില്ലാതെ ഇവിടെ ആടുന്നു എന്നാണ് ശശികല പറയുന്നത്. തുണിയില്ലാതെ അവിടെ നടക്കുന്ന സ്വാമിമാരെക്കുറിച്ച് ശശികലയ്ക്ക് എന്താ പറയാനുള്ളത്? വരാൻ പോകുന്ന ഹിന്ദുരാജ്യമാണോ അവിടെ കാണുന്നത്? മനസ്സിലാകുന്നില്ല. കുംഭമേളയിൽ കാണുന്നത് ഭാവിയിലെ വരാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് വാഴ്ത്തി സ്തുതിക്കണം. അടിച്ചമർത്തപ്പെട്ടവൻ്റെ അവൻ്റെ രോദനം അവൻ പാട്ടിലൂടെ വെളിപ്പെടുത്തുമ്പോൾ അത് കേൾക്കുവാനുള്ള ആ ഒരു മനസ്സില്ലാതെ അതിനെ എതിർക്കുകയും അതിനെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഇത്ര ആൾക്കാർ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ വിഷമം തോന്നുകയാണ്. അടിച്ചമർത്തപ്പെട്ടവൻ അവൻ അധ്വാനിക്കുമ്പോൾ അവൻ്റെ കുഞ്ഞുങ്ങളെ പാടത്തും വരമ്പത്തുമൊക്കെ അല്ലെങ്കിൽ മരങ്ങളുടെയും തെങ്ങിൻ്റെയൊക്കെ ചുവട്ടിൽ കുഞ്ഞുങ്ങളെ കിടത്തിയിട്ട് പാടത്തു പോയി അവരധ്വാനിക്കുന്നു, വിയർപ്പൊഴുക്കുന്നു. മനുഷ്യരായി കാണാതെ അടിച്ചമർത്തപ്പെട്ടവർ ഇന്ന് അവരുടെ തലമുറ ഉയർന്നു വരുന്നു. ആ രോദനമാണ് ഇന്ന് വേടൻ്റെ നാവിലൂടെ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് സഹിക്കുകയില്ലായിരിക്കാം. സഹിച്ചവരാണ്, അനുഭവിച്ചവരാണ് ആ പാട്ടുമായിട്ട് ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത്. വേടന് എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും ജനങ്ങളുടെ. ബൈ.